മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് മുൻപ് സമൂഹമാധ്യമ പോസ്റ്റിട്ട് റോബർട്ട് വദ്ര. മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് 28 മിനിറ്റ് മുൻപ് വദ്ര ഫേസ്ബുക്ക് പോസ്റ്റിട്ടതാണ് വിവാദമായത്. ഇതിൽ വിമർശിച്ച് BJPയും രംഗത്തെത്തി. ഗൗതം ചേരുന്നു. ഗൗതമിലേക്ക് എത്താം. ഇപ്പോൾ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ബന്ധുമിത്രാദികളെ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും. പക്ഷേ എവിടെയാണ് നടത്തുക എന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഇനിയേ ഉണ്ടാവുകയുള്ളൂ. ഭൗതികദേഹം കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും എന്നും അറിയാൻ കഴിയുന്നുണ്ട്. രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണമാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഗൗതം ചേരുന്നു. ഗൗതം, കൂടുതൽ വിവരങ്ങൾ. രോഹിണിയും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹം ഇപ്പോഴും ഞാൻ നിൽക്കുന്ന ഈ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിക്ക് അകത്ത് തന്നെയാണുള്ളത്. ഇന്നലെ രാത്രി 12:15 കൂടിയാണ് ഭൗതികദേഹം ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പോഴും പൊതുദർശനം തുടരുകയാണ്. ഇന്ന് രാവിലെ മുതൽ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ ഓരോരുത്തരായി ഇവിടേക്ക് എത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങുന്നു. ഭാരതത്തിന്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ തുടങ്ങിയവർ മൻമോഹൻ സിംഗിന് ഇവിടെ എത്തി അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങി. ഒപ്പം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, മുൻ അധ്യക്ഷ കൂടിയായിട്ടുള്ള സോണിയാഗാന്ധി, ഇപ്പോഴത്തെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവർ ഇവിടെ എത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം നിരവധി നേതാക്കൾ ഇവിടേക്ക് എത്തി അദ്ദേഹത്തെ അവസാനമായി കണ്ട് അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രമുഖ നേതാക്കൾക്കാണ് ഈ വസതിയിൽ ഈ അന്ത്യോപചാരം അർപ്പിക്കുവാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. ഈ വഴി പൂർണ്ണമായി തന്നെ അടച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം VIP മൂവ്മെന്റ് ആണ് ഇതുവഴി നടക്കുന്നത്. രാവിലെ പ്രധാനമന്ത്രി എത്തിയിരുന്നു, രാഷ്ട്രപതി എത്തിയിരുന്നു, ഇപ്പോൾ കരസേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. അങ്ങനെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികൾ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഇന്നിപ്പോൾ മൻമോഹൻ സിംഗിന്റെ ഔദ്യോഗിക വസതിയിൽ 3 ജൻപത്തിലെത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിച്ച് മടങ്ങുന്നു. സാധാരണ ജനങ്ങൾക്കും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കും ഇവിടെയല്ല അന്ത്യോപചാരം അർപ്പിക്കുവാനുള്ള അവസരം നൽകുക, മറിച്ച് നാളെ പൊതുദർശനമുണ്ടാകും. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ആസ്ഥാനം AICC ആസ്ഥാനത്ത് നാളെ പൊതുദർശനം നടക്കും. അവിടെയാകും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരും ഈ മൻമോഹൻ സിംഗിന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനായി എത്തുന്നത്. ശക്തമായ മഴ രാവിലെ മുതൽ തന്നെ രാജ്യതലസ്ഥാനത്ത് പെയ്യുകയാണ്. തീർത്തും പ്രതികൂലമായ കാലാവസ്ഥയാണ്. അതിശക്തമായ ശൈത്യത്തിനൊപ്പമാണ് ഇന്നിപ്പോൾ ശക്തമായ മഴ കൂടി ആരംഭിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ നാളെ ഈ പൊതുദർശനം ഉൾപ്പെടെ ഏത് സമയത്താകും നടത്തുക എന്നതിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നതാണ് വസ്തുത. കേന്ദ്ര മന്ത്രിസഭാ യോഗം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ തുടരുകയാണ്. ആ യോഗത്തിൽ എവിടെ മൻമോഹൻ സിംഗിന്റെ ഭൗതികദേഹം സംസ്കരിക്കണം, അതോടൊപ്പം അദ്ദേഹത്തിന്റെ സമാധിസ്ഥൽ എവിടെയാകും എന്നത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനം പിന്നീട് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തെയും മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെയും അറിയിക്കും. അതിനുശേഷം കോൺഗ്രസ് ദേശീയ നേതൃത്വമാകും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചൊരു തീയതി നമ്മളെ അറിയിക്കുക. എന്തായാലും നാളെയാണ് പൊതുദർശനം, അതോടൊപ്പം തന്നെ സംസ്കാരവും നടക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള സൂചന. ഈ കാണുന്ന 3 ജൻപത്തിൽ നിന്നും ഒരുപക്ഷെ വിലാപയാത്രയായി കോൺഗ്രസ് ആസ്ഥാനമായ AICCയിലേക്ക് പോകും. ഇവിടുന്ന് ഏതാണ്ട് ഒരു 2 കിലോമീറ്ററിനകത്താണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ആസ്ഥാനവുമുള്ളത്. അതിനാൽ ഇവിടുന്ന് AICC ആസ്ഥാനത്തേക്കാകും വിലാപയാത്ര നടത്തുക. അതിനുശേഷം പിന്നീട് രാജ്ഘട്ടിന് സമീപത്തുള്ള പ്രദേശത്ത് ആകും തീർച്ചയായിട്ടും മുൻ പ്രധാനമന്ത്രിക്ക് ഈ അന്ത്യവിശ്രമം ഒരുക്കുന്നത്. അവിടേക്ക് വിലാപയാത്ര എന്ന നിലയിലായിരിക്കില്ല, വളരെ വേഗത്തിൽ തന്നെ പ്രത്യേകം അലങ്കരിച്ചിട്ടുള്ള വാഹനത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കാനാണ് സാധ്യത. എന്തായാലും അത്തരം കാര്യങ്ങൾക്കായി കുറച്ച് സമയം കൂടി നമുക്ക് കാത്തിരിക്കണം. ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. പിന്നീട് കോൺഗ്രസ് നേതൃത്വം അതിന്റെ സമയം എന്താണ് എന്നതിൽ ഒരു അന്തിമമായ തീരുമാനം എടുക്കും. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.